എത്രയോ പ്രാവശ്യം നമ്മൾ ബീട്രൂട്ട് മേടിക്കുന്നുണ്ട്, പക്ഷെ ആരും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതൊരു വലിയ ബീട്രൂട്ടിന്റെ പകുതി തൊലി കളഞ്ഞൊരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. കൂട്ടത്തിലൊരു തക്കാളിയും കൂടി ഇട്ടിട്ട് വേണം വെള്ളം ഒഴിച്ച് 2 വിസിലിന് വേവിച്ചെടുക്കാൻ. ഇനി ഒരു ബ്ലെൻഡറിന്റെ ജാറിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയും തൊണ്ടോട് കൂടി 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 2-3 വറ്റൽമുളകും 2 പച്ചമുളകും 1/2 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരിത്തിരി കറിവേപ്പില മതി. ഇത്ര ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അതിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ട് അതേ ജാറിക്ക് നമ്മൾ വേവിച്ചെടുത്ത ബീട്രൂട്ടും തക്കാളി ഇട്ടൊന്ന് അരച്ചെടുക്കണം. ദാ ഇതുപോലെ. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ അരച്ച് വെച്ചായിരുന്ന ബീട്രൂട്ട് ചേർത്ത് ജാറ് കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചായിരുന്ന ഐറ്റംസ് ഇല്ലേ അതും ഇട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് എടുത്താൽ നല്ല അടിപൊളി ബീട്രൂട്ട് രസം റെഡി. ഇത് വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. സെറ്റാന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അടിപൊളിയാണ്.